അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പിന്നെ ബാലിയിലെ 3-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ അത്യാവശ്യം കുറേ സ്ഥലങ്ങൾ കവർ ചെയ്തു. പിന്നെ അപ്പോൾ ഈ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ സെക്കൻഡ് പാർട്ടും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ടാണ് ഈ എപ്പിസോഡ് വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കണ്ടൻസും ഉണ്ട്. നിങ്ങൾക്ക് ട്രിപ്പ് ഇങ്ങോട്ടൊക്കെ വരാൻ, ബാലിയിലേക്കൊക്കെ വരാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്ന് പോകുന്നത് കിന്താമണി എന്ന് പറഞ്ഞ കുറച്ച് ടോപ്പ് സ്റ്റേഷനാണ്. കുറച്ച് ഹൈ റേഞ്ചാണ്. ടെമ്പറേച്ചർ നല്ല അടിപൊളിയാണ്. അവിടുത്തെ വളരെ കുറവാണ്. 16 to 17 അത്രേ ഉള്ളൂ. പിന്നെ നോക്കിയപ്പോൾ ഇന്നവിടെ 16 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചൂടത്തുനിന്ന് തണുപ്പത്തേക്ക് പോകാൻ പോവാണ്. നമുക്ക് നമ്മളൊരു 3 ദിവസം അവിടെ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ഒരുപാട് പ്ലാൻസ് ഉണ്ട്. ഓൺ ദ ഫ്ലോ, ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓൺ ദ ഫ്ലോ ആയിരിക്കുള്ളൂ. അതെ, അപ്പോൾ നമ്മൾ ചെറിയ പ്ലാൻസ് ഇട്ട് നമ്മൾ എവിടെയാണ് സ്റ്റേ ചെയ്യണം അത് ഓൾറെഡി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ agoda.com-ലാണ് റൂം ബുക്ക് ചെയ്തത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാനിത് കഴിയുമ്പോൾ വേറൊരു വീഡിയോ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അതെ, ബഡ്ജറ്റ് എങ്ങനെയൊക്കെയാണ്, അതിന് നമുക്കിപ്പോൾ ചാർജ് എത്രയും ചിലവുകൾ വന്നു, അതെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നതാണ്. ഞങ്ങളുടെ ടാക്സി ഡ്രൈവർ വന്ന് പുറത്തേക്കുണ്ട്. ഗ്രാബ് ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്രാബാണ് ബുക്ക് ചെയ്തേക്കണത്. അപ്പോൾ ഡ്രൈവർ വന്ന് പുറത്തേക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. മിസ്റ്റർ ഡെനി, ഹായ്. അപ്പൊ ഡെനിയാണ് നമ്മളെ കിന്താമണിയിലേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പൊ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് പോണ വഴിക്ക് ഡെനി വി ആർ ഗോയിങ് ത്രൂ പെലാഗ. ഇറ്റ്സ് എ ഗുഡ് റൂട്ട്, റൈറ്റ്? ഇറ്റ്സ് ഗുഡ്. ഓക്കെ, പ്ലാഗ നല്ല അടിപൊളി റൂട്ടാണ്. ഞാൻ നോക്കിയതാണ് ഗൂഗിളിൽ നോക്കി. പിന്നെ അത് മാത്രമല്ല, എൻ്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെയൊക്കെ ആയിട്ട്, ബംഗ്ലേവ്, പ്ലാഗ. അപ്പൊ അവര് പറഞ്ഞ അടിപൊളി സ്ഥലമാണ്. നിങ്ങൾ പോകണമെങ്കിൽ പ്ലാഗ വഴി പോകണം. അതാണ് നല്ല അടിപൊളി വ്യൂ, നല്ല വിഷ്വൽ ട്രീറ്റുകൾ കിട്ടുന്ന സ്ഥലമാണ്. ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് ആണ്. അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം ഞങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങളുടെ ഇനിയുണ്ടല്ലോ, ഒരു 5-6 ദിവസം ഉണ്ടല്ലോ, 3-4 ദിവസം ഉണ്ടല്ലോ. അപ്പോൾ അതിന് എന്തൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കയറി നോക്കുവാണ്ട്. റോസ്റ്റ് എടുത്തോ. ഇതേ ഞങ്ങൾ കുറച്ച് ഞങ്ങളുടെ ലഞ്ചും ഡിന്നറൊക്കെ ഇതൊക്കെ തന്നെ ഉണ്ടോ, ഫ്രൂട്ട്സ് ഉണ്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. നമ്മളിവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ കുറച്ച് ടേസ്റ്റ് വ്യത്യാസമുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷെ എന്നാലും നമ്മൾ കൂടുതൽ ഇങ്ങനത്തെ ഫ്രൂട്ട്സ്, ഇങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതൽ കഴിക്കുന്നത് കേട്ടോ. ക്യാൻസ് ഓഫ് ബിയേഴ്സ്, പിന്നെ ബോട്ടിൽസ്, പിന്നെ ഇവിടുത്തെ ലോക്കൽ ബ്രൂ ബിയേഴ്സ്, എല്ലാ സംഭവമുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സംഭവമൊക്കെ തന്നെയാണെങ്കിൽ ഇത്രയും ദൂരത്ത് പോയി നമ്മൾ ആൽക്കഹോളിന് വേണ്ടി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല, ആവശ്യമുള്ളവർക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇതുണ്ടല്ലോ ഇവിടുത്തെ ലിക്കർ, ഫോറിൻ ലിക്കേഴ്സ് ഇവിടെ ഒരു സ്ഥലത്ത് ഒരു സൈഡിൽ എല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതും കിട്ടാത്തതുമായിട്ട് ഒരുപാട്. പിന്നെ ഇതാ വൈൻസ് ഇതുണ്ടല്ലേ. ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ്. ഞങ്ങളുടെ ബില്ല് ചെയ്യാൻ നിൽക്കണം. കുറച്ച് ഒരു $300 ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കണ്ടില്ലേ, $300 ചേഞ്ച് ചെയ്താണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബില്ല് കൊടുക്കാൻ പോകുന്നത് 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 3,50,000 രൂപ ബില്ല് കൊടുക്കുക. കുറച്ച് ആയിരങ്ങൾ തിരിച്ചു വരും. ഇനി ഇതൊക്കെ ഇവിടെ കൊണ്ട് വെക്കാനാണ് എനിക്കറിയാം. ഇത് വേറെ പേഴ്സ് മേടിക്കേണ്ടി വരും. ഇവിടെ ജീവിക്കുന്നവരൊക്കെ എന്ത് ചെയ്യുമല്ലോ, നല്ലതാ. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇന്നലെ പറഞ്ഞ പോലെ പെർത്താമീന അടിക്കാൻ കയറുന്നുണ്ട്. പെർത്താമീന ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, പെർത്താമീന എന്നാണ് പറഞ്ഞിട്ട്. ഇവിടെ പെട്രോളിന് പെർത്താമീന എന്നാണ് പറഞ്ഞില്ലേ. പെർത്ത ലൈറ്റും ഉണ്ട്, പെർത്ത മാക്സും ഉണ്ട്. ഇതാണ് പെട്രോൾ ഇവിടുത്തെ പെർത്താമീന. പെട്രോളിൽ ഇവർ പെർത്താമീന, പെർത്താമാക്സ് എന്നൊക്കെയാണ് പറയുന്നത്. പെട്രോളിനൊന്നും ഇവിടെ പറയാറില്ല. പിന്നെ ഡീസലിനെ അവർ പറയുന്നത് സോളാർ ഉണ്ടല്ലേ, ഡീസലിനെ സോളാർ എന്ന് പറയണം. ഇവിടെ ഡീസൽ പെട്രോൾ എന്നൊന്നും അല്ല സാധാരണ, സോളാറും പെർത്താമീനും. വില വിവരങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, വില വിവരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സിഡിയോട് കൂടി നമ്മുടെ ഇന്ത്യൻ റുപ്പി 52 രൂപയാണ് 1 ലിറ്റർ പെർത്താമീന, 1 ലിറ്റർ പെട്രോളിന് ഇവർക്ക് ചാർജ് വരുന്നത്. ഡീസലിന് ഏതാണ്ട് 23 രൂപ 1 ലിറ്ററിന് നമ്മുടെ ഇന്ത്യൻ മണി. അത്രേ ഉള്ളൂ ഇവിടുത്തെ വില കേട്ടോ, വളരെ കുറവാണ്. From Java, okay. But Bali is so beautiful island. It's very nice, beautiful island. Nice place. Bedugul, Kintamani, Uluwatu, Nusa Dua. It's a nice place. Nice places, yes. Yeah. പുള്ളിക്കാരൻ ജാവനിസ്റ്റ് ആണ്. പുള്ളി ബാലിനിസ്റ്റ് അല്ല. പുള്ളി ജാവ എന്ന് പറഞ്ഞാൽ വേറെ ഐലൻഡ് ആണ്. അപ്പോൾ ജാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാലിയുടെ ക്യാപിറ്റൽ, റൈറ്റ്? Yes. Java is the capital of Indonesia, not Bali. Indonesia's capital ആണ്
ജാവ. അത് വേറെ ഐലൻഡാണ്. അപ്പോൾ പുള്ളിക്കാരൻ അവിടുത്തെ സിറ്റിസണാണ്. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ താമസിക്കണം, ഫാമിലിയായിട്ട് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ പുള്ളിനെ ചോദിക്കണമായിരുന്നു ഏതാണ് സ്ഥലം നല്ലത്. പുള്ളി പറഞ്ഞു ബാലിയുണ്ട്, വളരെ ബ്യൂട്ടിഫുൾ. ജാവയും ബ്യൂട്ടിഫുള്ളാണ്, അല്ലെന്ന് പറയില്ലല്ലോ. ഞങ്ങൾ ലഞ്ച് കഴിക്കണ്ട. അപ്പോൾ ഞങ്ങളുടെ തേരാളിനോട് ഞങ്ങൾ ചോദിച്ചു, കുറേ നിർബന്ധിച്ചു ഒരു ചെറിയ പീസ് കഴിക്കാൻ. പുള്ളി പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടമല്ല ഈ സാധനം, അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചു. ഒരുപാട് നിർബന്ധിച്ചു, പുള്ളിക്ക് വേണ്ട. നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ ലൈറ്റായിട്ട് ഞങ്ങളുടെ ലഞ്ച് കഴിക്കാണ്ട. നമ്മുടെ കേരളത്തിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് കുറച്ച് ദൂരം തന്നെ പോയി ബാംഗ്ലൂർ റൂട്ടൊക്കെ പോകില്ലേ, അപ്പോൾ ആ ഒരു വഴികൾ പോലെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അതിലേക്കൂടെയൊക്കെ പോകണം. ആ ഒരു ഇത് കണ്ടില്ലേ, ലൈറ്റ് പച്ചപ്പ്, ലെഫ്റ്റ് സൈഡിലൊക്കെ ചെറിയ ചെറിയ പാടങ്ങളുണ്ട്. ചെറുതല്ല, നല്ല വലിയ പാടമാണ്. കണ്ടില്ലേ, കൃഷിയിടങ്ങളാണ് കംപ്ലീറ്റ് കേട്ടോ. ഇതുണ്ടല്ലേ, റോഡൊക്കെ ചെറുതായ തന്നെയുണ്ട്. നമ്മളിത് ഇതൊരു മെയിൻ റോഡ് തന്നെയാണ്. ആ മെയിൻ റോഡിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കിന്താമണി റൂട്ടാണ് കേട്ടത്. എത്താനായിട്ട് ഇനി ഒരു 50 കിലോമീറ്റർ അടുത്തുണ്ട്. മലകളൊക്കെ കണ്ടു തുടങ്ങി നമ്മൾ. ഇവിടെ എല്ലാം കുറച്ചും അങ്ങോട്ട് മാറിക്കഴിഞ്ഞ് മലകൾ കാണാം. പിന്നെ റൈറ്റ് സൈഡിൽ സ്റ്റിൽ കടലാണ്. കടലിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ കാണുന്ന അമ്പലങ്ങളുടെയൊക്കെ പുറകിൽ കടൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു റൂട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് ഈ റോഡൊക്കെ കാണാൻ. നല്ല റോഡാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഓരോ വീടുകളുടെയും ഇന്നലെ കാണിച്ചു തന്ന പോലെ ഓരോ വീടുകളുടെയും മതിൽക്കെട്ട് ഉള്ളിലേക്ക് നീക്കിയിട്ട് അവരുടെ സ്പേസ് കൊടുത്തിട്ട് അവിടെ കുറച്ച് ചെറിയ പൂക്കളും കാര്യങ്ങളും അങ്ങനെ ചെടികളൊക്കെ നടാൻ വേണ്ടിയുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ. ഒരു വലിയ സ്റ്റാച്ചു ആണ് കേട്ടോ അതിന് മുമ്പിൽ, റോഡ് സൈഡിൽ. ഇവിടെ ഇതുപോലെ തന്നെ ഒരുപാട് പ്രതിമകളൊക്കെ കാണാം. ആരുടെ പ്രതിമയാണെന്നാവോ, പക്ഷെ സംഭവം നല്ലൊരു ഹെവി പ്രതിമയുണ്ടോ. നല്ല അടിപൊളി വയലാണ് ഇവിടെയൊക്കെ, കംപ്ലീറ്റ് വയല്. വലിയൊരു പാടശേഖരം എന്ന് തന്നെ പറയാം ഇതിന്റെ പുറകിലൊക്കെ ആയിട്ട്. ഈ കാണുന്ന ബിൽഡിങ്സിന്റെ ചെറിയ വീടുകളുടെയൊക്കെ പുറകിലായിട്ട് ഒരുപാട് നെൽകൃഷി നടത്തുന്ന സ്ഥലങ്ങളാണ്. നെൽകൃഷി മാത്രമല്ല, ഇവിടെ കുറെ ഉള്ളിച്ചെടി പോലെയുണ്ട്. അതെ റോഡ് കണ്ട എന്താണ് ഭംഗി നോക്കിയേ. ആഹാ, ഉണ്ടല്ലേ ചെറിയൊരു അമ്പലം എവിടെ നോക്കിയാലും അമ്പലം തന്നെയുണ്ട്. എല്ലാ സൈഡിലും ഓരോ മുക്കിലും മൂലയിലും പിന്നെ വീടുകളുടെ ഉള്ളിലും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രതിഷ്ഠകളാണ് ഓരോ റോഡ് സൈഡിലും. തെങ്ങിൻ തോപ്പ്, റോഡിന് 2 സൈഡിലായിട്ടും തെങ്ങുകൾ, പിന്നെ അപ്പുറവും ഇപ്പുറവും വയല്. അടിപൊളി. ചിന്താമണിയിലേക്കുള്ള കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് കയറ്റങ്ങളുണ്ട്. ഹെയർ പിന്ന് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇപ്പൊ ഏകദേശം നമ്മുടെ അടിമാലി എത്തിയിട്ടുണ്ട് കേട്ടോ. മൂന്നാർ പോയിക്കൊണ്ടിരിക്കുന്ന ഫീലാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഏകദേശം അടിമാലി എത്തിയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മള് മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ്? ബാലി, ഇന്തോനേഷ്യ. ഇവിടെ ഈ പാല കണ്ട, അത് ഈ മരം കണ്ട, ഇവിടെ എല്ലായിടത്തും ഒരുപാട് പാലയാണ് തോന്നുന്നുണ്ട്. അതിന്റെ പേര് എനിക്കറിയില്ല. ചെമ്പകമാണ്. ഇത് കണ്ടില്ലേ, ഈ റോഡ് സൈഡിൽ കംപ്ലീറ്റ് ഏതൊരു അമ്പലത്തിന്റെയും ഫ്രണ്ടിലും എല്ലായിടത്തും കാണാൻ സാധിക്കും ഈ ഒരു സാധനം. അതെ തന്നെ, ആ റിസോർട്ടിലും കംപ്ലീറ്റ് ഇത് തന്നെയായിരുന്നു. പാല അതിന്റെ ഞെട്ടിനെ പൊട്ടിക്കുമ്പോൾ ചെറിയൊരു ചറം വരൂലേ, അത് ചെറിയൊരു തരം പാലയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഈ നിൽക്കുന്നത് ഇത് കണ്ടില്ലേ, ഒരുപാടുണ്ട് കേട്ടോ. ഇതെല്ലായിടത്തും കാണാം. ഇവിടുത്തെ ഈ ഇന്തോനേഷ്യയിലെ ആ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ചെടിയാണ്. ചെടിയല്ല, ഒരു ചെറിയൊരു മരം. ഒരുപാട് അമ്പലങ്ങളുണ്ട്. ഇത് കമ്പലം കംപ്ലീറ്റ് അമ്പലങ്ങളുടെ ഒരു ഏരിയ ഉണ്ട് ഈ കാണുന്ന. 2 സൈഡിലും അമ്പലങ്ങളാണ്ട. ഇതിന് മാത്രം ദേവന്മാരും ദേവന്മാരൊക്കെ ഉണ്ടെന്നാവും. ഒരുപാടുണ്ട് കേട്ടോ. കണ്ടില്ലേ, എല്ലാത്തിന്റെയും സ്റ്റൈല്. അതെ ഇവിടെ അങ്ങനെയാണ്. ഓരോ വീടുകൾക്കും ഓരോ അമ്പലങ്ങളുണ്ട് കേട്ടോ. അവരുടേതായ പ്രതിഷ്ഠകളാണ് അതിന്റെ ആ വീടിന്റെ അകത്തുള്ളത്. എന്നിട്ട് അവരുടെ രാവിലെയും വൈകുന്നേരം അവർ വിളക്ക് എത്തിച്ച് അവരുടേതായ പ്രാർത്ഥനകളും കുറെ ഈവനിങ്ങിലാവുമ്പോൾ എല്ലാ ദിവസവും ഈവനിങ്സിൽ ഇവരുടെ ഓരോ അമ്പലങ്ങളിൽ നിന്നും ഓരോ വീടുകളിൽ നിന്നും ഇതുപോലെ തന്നെ കൊട്ടുകളും പാട്ടുകളൊക്കെ കേൾക്കാൻ സാധിക്കും കേട്ടോ. ഇന്നലെ ഞങ്ങൾ താമസിച്ച വീടിന്റെ ആ റിസോർട്ടിന്റെ സൈഡിൽ ഇതുപോലെ തന്നെയായിരുന്നു. കംപ്ലീറ്റ് പാട്ടും ബഹളവുമാണ്. പാട്ടെന്ന് പറഞ്ഞാൽ ഈ ചെണ്ടകൊട്ടല്, മണിയടിക്കല്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതൽ. പിന്നെ ഇവിടുത്തെ വേറൊരു കാര്യം അറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ ബസ് എന്നുള്ള സംഭവം ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. ബസ് റൂട്ടൊന്നും ഇല്ല ഇവിടെ. കംപ്ലീറ്റ് ഇതുപോലെ 2 വീലേഴ്സും ടാക്സിയും ഗ്രാബും ഇന്നലെ പറഞ്ഞ പോലെയുള്ള ആ സംഭവങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ഇതുപോലെയുള്ള ഓൺലൈൻ ടാക്സീസൊക്കെ മാത്രമേ ഉള്ളൂ.
വേറെ ബസ് റൂട്ടൊന്നും ഇവിടെ ഇല്ല. ബസ് റൂട്ട് ഉള്ളത് നമ്മുടെ എയർപോർട്ടിന്റെ സൈഡിലെ ഡെൻപാസാർ ബാലി എയർപോർട്ടില്ലേ, ആ എയർപോർട്ടിന്റെ സൈഡിലും എയർപോർട്ടിന്റെ ആ ഏരിയയിലും മാത്രമേ ഉള്ളൂ നമ്മുടെ ബസ് റൂട്ട്. അതാണെങ്കിൽ ചെറിയ മിനി ബസ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ലാതെ വലിയ നമ്മുടെ ഇതുപോലെ തന്നെ ഇന്ന റൂട്ടിൽ പോണ ബസ് അങ്ങനെ ഉള്ള സംഭവം കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. നമ്മൾ മലകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി മലകള്. ഇവിടെ വളഞ്ഞും മുളഞ്ഞും തിരിഞ്ഞും മറിഞ്ഞൊക്കെയുള്ള റോഡുകളാണ്. പിന്നെ റോഡിന് വലിയ വീതിയില്ല കേട്ടോ, ചെറിയ റോഡുകളാണ്. അതൊക്കെ മെയിൻ റോഡാണ്, ലൈനിട്ട റോഡാണ്, മെയിൻ റോഡാണ്. പക്ഷെ വലിയ വീതിയില്ലാത്ത റോഡുകളാണ് കേട്ടോ. നേരെ കാണുന്നത് ഒരു വോൾക്കാനോ ആക്റ്റീവ് ആണ് കേട്ടോ. അത് നമുക്ക് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് പോയി എടുക്കാൻ പറ്റും. അതിപ്പോഴല്ല, നമ്മൾ നാളെ അതിന് വേണ്ടി ഇറങ്ങുന്നതാണ്. ഈ കാണുന്നതാണ് മൗണ്ട് ബത്തൂർ. ഈ വീടുകളുടെ മലകളുടെ ഈ കടകളുടെ ഒക്കെ പുറകിലായിട്ടാണ് മൗണ്ട് ബത്തൂർ. അതൊരു ആക്റ്റീവ് വോൾക്കാനോ ആണ്. ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വോൾക്കാനോ ഉണ്ട്. അത് കാണാൻ അല്ലെ ഈ പുറകിൽ കാണുന്നത്. ഏത് നമ്മുടെ ഹോം സ്റ്റേ ക്യാമ്പിലേക്ക് പോണേണ്ട, സെഗാറ ക്യാമ്പ് എന്നാണ് ഇതിൻ്റെ പേര്. സ്റ്റേ എടുത്തേക്കണതിൻ്റെ പേര്. ഇതിൽ ആ ദൂരത്ത് കാണാൻ പറ്റും കുറേ ടെൻറ്റും കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെയാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരു അടിപൊളി ഏരിയയിലാണ്. ഇത് കണ്ടില്ലേ, സൈഡിലൊക്കെ കൃഷിത്തോട്ടം കാര്യങ്ങൾ. ഒരു അടിപൊളി മല ഉണ്ട് പുറകിൽ, കംപ്ലീറ്റ് മലകൾ തന്നെയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെഗാറ ക്യാമ്പിലേക്കുള്ള വഴിയുണ്ടോ. ഓഫ് റോഡിങ് ആണ്. പുള്ളിക്ക് മനസ്സിലായി ഓഫ് റോഡ്. ഞങ്ങളുടെ സ്റ്റേയിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു ക്യാമ്പിംഗ് ആണ്. ഇത് റിസോർട്ടൊന്നും അല്ല, ഇതൊരു ക്യാമ്പിംഗ് സെറ്റപ്പിനുള്ള സ്ഥലമാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്, കാണിച്ചു തരാം. എൻ്റെ തൊട്ട് പുറകിലുണ്ട് ഇതേപോലത്തെ കോട്ടേജസ് ആണ്. ഇതുപോലെ 1, 2, 3 അങ്ങനെ ഓരോരോ ക്ലാസ് കോട്ടേജസ് ഉണ്ട്. അതിൻ്റെ മേളിലും അതുപോലെ തന്നെ സെയിം ഇതുണ്ടല്ലോ. ഇതിൻ്റെ ഓരോ ഇത് സിബ്ബാണ്. ഇത് ഡോറൊന്നും അല്ല, ഇത് ചെറിയ സിബ്ബാണ്. ചെറിയ ഒരു ടെൻറ്റ്, പിന്നെ അതിനകത്ത് സിബ്ബ്, പിന്നെ ഉള്ളിൽ കർട്ടൻ, അങ്ങനത്തെ പരിപാടിയാണ് ഇതിനകത്ത് കേട്ടോ. എല്ലാം ഇങ്ങനത്തെ അല്ല. ഞാനെടുത്തേക്കുന്നത് എൻ്റെ സ്റ്റെപ്പൊക്കെ കണ്ടില്ലേ എൻ്റെ, ഞങ്ങളെടുത്തേക്കുന്നത് ഇതാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു കോട്ടയാണ് ഞങ്ങൾക്ക് എടുത്തേക്കുന്നത്. ഇത് ചെറിയ സ്റ്റെപ്സൊക്കെ ഉണ്ട്. നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി അകത്തേക്ക് ലുക്ക് ഇത് ഇവിടെ അകത്തേക്ക് കൊണ്ട് ലുക്ക് ഞങ്ങൾ ലഗേജൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഈ വുഡൻ ടെൻറ്റ് കേട്ടോ. കംപ്ലീറ്റ് വുഡാണ് കേട്ടോ. ഇവിടെ ചെറിയ 2 എന്താ പറയുക ടീ കപ്സ് ഒക്കെ ഉണ്ട്. 2 കോംപ്ലിമെൻ്ററി വാട്ടർ വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ കൊണ്ടുവന്നേ കേട്ടോ വാട്ടർ മല. ഇവിടെ നിന്നുള്ള റൂമിൻ്റെ അകത്ത് നിന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. നമുക്ക് ബാത്റൂം ഒന്ന് കാണാം കേട്ടോ. ബാത്റൂം എങ്ങനെയുണ്ട് നോക്കാം. ഇതാണ് ബാത്റൂം. ഷവറിങ് ഏരിയ. ഷവർ ഉണ്ടോ, തേങ്ങയാണ്, ചിരട്ട കൊണ്ടുള്ള സംഭവം ഉണ്ടോ. വാട്ടർ ഷവറിൻ്റെ ടാപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ പുറകിൽ. പിന്നെ ക്ലോസറ്റ് എല്ലാം നല്ല വൃത്തിയുള്ളതാണ്. ഒരു ഹാൻഡ് വാഷ് സിങ്ക് ഉണ്ട്. കൊള്ളാം, സംഭവം അടിപൊളി കേട്ടോ. നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേയുടെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന മലയാണ് ഈ കാണുന്നത്. അതിൻ്റെ തൊട്ട് താഴെ ഉള്ളിത്തോട്ടമുണ്ട്. ഉള്ളിത്തോട്ടം ഇത് കംപ്ലീറ്റ് കൃഷിയാണ്, കൃഷിയിടമാണ് കംപ്ലീറ്റ് ഉള്ളിത്തോട്ട് കണ്ടല്ലേ. ഈ കാണുന്നതെല്ലാം ഉള്ളിത്തണ്ടാണ് കേട്ടോ. നമ്മൾ ഓംലെറ്റിലൊക്കെ ഇട്ട് കഴിക്കില്ലേ, ആ സാധനമാണ് ഉള്ളിത്തണ്ടാണിത്. ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, അതിലെല്ലാം ഉള്ളിത്തണ്ട് ഇടുന്നത് അല്ലേ. സെഗാറ ക്യാമ്പ് ഇതാണ് നമ്മുടെ സെഗാറ ക്യാമ്പ്. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. നമ്മുടെ ഈ ഫസ്റ്റ് കാണുന്ന ഈ കോട്ടേജിലാണ് നമ്മൾ താമസിക്കുന്നത്. ഞാനെടുത്ത ഈ കോട്ടേജിൽ എനിക്കിന്ന് ചിലവ് വന്നത് ഒരു നൈറ്റിന് നമ്മുടെ ഇന്ത്യൻ റുപ്പി വരുന്നത് 2200 250 രൂപയാണ് ഒരു ദിവസത്തെ ചിലവ് വന്നത് കേട്ടോ. ഈ താഴെ ഉള്ള ഈ ക്യാമ്പിങ് ഇതിന് റേറ്റ് കുറവാണ്. അതിന് 1600 ചില്ലാനം രൂപ. നമ്മുടെ നാട്ടിൽ 1600 ചില്ലാനം രൂപയോളമാണ് ഒരു